കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ഛത്തീസ്ഗഡിലേക്ക് ഇന്ത്യ സഖ്യ എംപിമാർ ബെന്നി ബെഹനാൻ, NK പ്രേമചന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ്, സപ്തഗിരി തുടങ്ങിയവരാണ് പോകുന്നത്. ജയിലിലുള്ള കന്യാസ്ത്രീകളെ സംഘം സന്ദർശിക്കും. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, പ്രതിപക്ഷം പാർലമെന്റിലടക്കം വളരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇതിലൊരു നടപടിയിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. അങ്ങനെ മറ്റുള്ള ആളുകളെയൊന്നും കന്യാസ്ത്രീകളെ കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാരുടെ സന്ദർശനം കൂടിയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. എപ്പോഴായിരിക്കും ഇത്? ഇന്ത്യ സഖ്യ എംപിമാർ രാവിലെ 8:45 റായ്പൂരിലെത്തും. അതിനുശേഷം അവർ ദുർഗ് സന്ദർശിച്ച് ജയിലിൽ കന്യാസ്ത്രീകളെ സന്ദർശിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ മുഖ്യമന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ച കൂടി എംപിമാർ ശ്രമിക്കുന്നുണ്ട്. കേവലം കോൺഗ്രസിൻ്റെ എംപിമാർ മാത്രമല്ല, ബെന്നി ബെഹനാനും സപ്തഗിരിയും ഉൾപ്പെടെയുള്ള എംപിമാരെ കൂടാതെ NK പ്രേമചന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ് എന്നീ എംപിമാരാണ് ഈ സംഘത്തിനോടൊപ്പം പോയിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തന്നെയായിരുന്നു ഇക്കാര്യം തീരുമാനിച്ചത്. കാര്യം കോൺഗ്രസിൻ്റെ എംപിമാർ നേരിട്ട് തന്നെ പ്രതിനിധി സംഘമായി തന്നെ അവിടെ എത്തുകയും കന്യാസ്ത്രീകൾ നേരിടുന്ന ഈ ഒരു ബുദ്ധിമുട്ടും ഈ അറസ്റ്റും ജാമ്യം കിട്ടാതെ ഈ ജയിലിൽ കഴിയുന്ന അവസ്ഥയും പുറം ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ജയിലിൽ സന്ദർശിച്ചതിന് ശേഷം വാർത്താ സമ്മേളനം നടത്താൻ തന്നെയാണ് AICC നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോകുന്നത്. മാത്രമല്ല, ഈ സമ്മതപത്രം, അതായത് ഈ പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ അവർ സ്വമേധയാ പോയതാണെന്നും മാത്രമല്ല മാതാപിതാക്കളുടെ അനുമതി ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള ഒരു സമ്മതപത്രം അവർ ഒപ്പിട്ട് നൽകിയിരുന്നു. ഈ സമ്മതപത്രമാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗുരുതരമായ തെറ്റുകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് എംപിമാർ ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാമത്തെ കാര്യം, ഈ മതപരിവർത്തന നിരോധന നിയമം അനുസരിച്ചുള്ള കേസുകൾ ഒരു കാരണവശാലും ഈ കന്യാസ്ത്രീകൾക്ക് എതിരെ എടുക്കാൻ പാടില്ല. കാര്യം നിർബന്ധിതമായി അവരാരെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല. അവർ സ്വമേധയാ തന്നെ ആ പെൺകുട്ടികൾ ജോലിക്ക് വേണ്ടി അവരോടൊപ്പം പോയതാണ്. ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇവർക്ക് നേരെ വലിയ തരത്തിലുള്ള ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അക്രമികളെ കൈകാര്യം ചെയ്യുന്നതിന് പകരം, അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിന് അതിന് വിധേയരായവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ലോക്സഭയിലും രാജ്യസഭയിലും കേരളത്തിൽ നിന്നുള്ള എംപിമാർ പറഞ്ഞിരുന്നത്. കാര്യം ഇന്നലെ ഒരു കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ മാത്രം പ്രശ്നമായിട്ടായിരുന്നു ലോക്സഭയും രാജ്യസഭയും കണ്ടിരുന്നെങ്കിൽ കോൺഗ്രസ് ഇതിനെ ഒരു പ്രതിപക്ഷ എംപിമാരുടെ ഒരു വിഷയം, അവരുടെ ഒരു സമരം എന്നതിലേക്ക് ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് ഗുജറാത്തിലെ എംപിമാരെ അടക്കം ഒരു പ്രതിനിധി സംഘത്തെ ഇപ്പോൾ ദുർഗിലേക്ക് അയച്ചിരിക്കുന്നത്.